എസ് അച്യുതാനന്ദന്റെ അനുസ്മരണ പരിപാടിയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക് ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന ഇങ്ങനെയാണ്: വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള സാമുദായിക ശക്തികളുടെ ശ്രമം VSന്റെ കാലത്ത് ഉണ്ടായിട്ടില്ലെന്നാണ് തോമസ് ഐസക് പറഞ്ഞു വെച്ചത്. അതായത് ഇത് ആർക്കിട്ടാണ്, എങ്ങനെയാണെന്നൊക്കെ ചേട്ടൻ പറ. അല്ല, ഇത് ശരിക്കും ഇതൊരു ഒളിയമ്പ് ആണോ എന്ന് ചോദിച്ചാൽ ഒളിയമ്പ് തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ഇടതുപക്ഷത്തെ പ്രാപ്തമാക്കിയത് ഒരുപക്ഷെ ചില കൂട്ടുകെട്ടുകൾ തന്നെയാണ്. ആ കൂട്ടുകെട്ടിൽ നിർണായക പങ്ക് വഹിച്ച ഒരാൾ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന നേതാവ് തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശനുമായിട്ടുണ്ടായ ഒരു കൂട്ടുകെട്ട്, അത് അവിശുദ്ധമായ വലിയൊരു കൂട്ടുകെട്ടെന്നും ഒക്കെ പറയുന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വർഗീയ പ്രീണന സമീപനം പോലെ പലപ്പോഴും തോന്നിപ്പിച്ചു. കാരണം നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യം വേറൊന്നായിരുന്നു. അതായത് അവിടെ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ ശബരിമലയ്ക്ക് വേണ്ട ചില മുന്നൊരുക്കങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ ശബരിമല ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. എന്നാൽ ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ 2018 CPMന് അല്ലെങ്കിൽ സർക്കാരിനുണ്ടായ ഒരു വീഴ്ചയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് എന്നുള്ള തരത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയുണ്ടായി. ആ ചർച്ച ഓവർകം ചെയ്യാൻ ഒരു പക്ഷേ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ, സ്ത്രീ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2018 ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉടലെടുത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം നിലനിൽക്കുന്ന സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കറ ഇടത് സർക്കാരിൻ്റെ തലയ്ക്ക് ഉണ്ട്. അതിനെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഹൈന്ദവ പ്രീണന സമീപനം ഇവിടെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. ജനം കരുതി എന്താ, ഇത് സംഘപരിവാർ ശക്തികളെ, സംഘപരിവാറുകാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു വർഗീയ പ്രീണന അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് എന്ന് ഈ പറയുന്ന പൊതുജനം വിശ്വസിക്കുന്നു. ഇത് കൂടാതെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു നേതാവുമായി, ഒരു സാമുദായിക നേതാവുമായി ഉണ്ടാക്കി വെച്ച അടുപ്പം അത് ഒഴിവാക്കേണ്ടതായിരുന്നു പാർട്ടി. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും വെള്ളാപ്പള്ളി നടേശന്റെ കാൽ ചൂട്ടിക്കൊണ്ട് വെക്കാനുള്ളതല്ലെന്നേ. അതെന്താ പാർട്ടിക്കാർ മറന്നുപോയത്? വെള്ളാപ്പള്ളി ആനയൊന്നും അല്ലല്ലോ. ഈ വെള്ളാപ്പള്ളി നടേശൻ നടന്നു പോണോന്നേ. അല്ലാതെ വെള്ളാപ്പള്ളി നടേശനെ 1-ാം നമ്പർ കാറിനകത്ത് വിളിച്ചു കയറ്റി കൊണ്ടുപോകുന്ന മനുഷ്യത്വമെന്ന് ഒരുപക്ഷെ പിണറായി വിജയൻ പറയുമായിരിക്കും. പക്ഷേ ബാക്കിയുള്ള അണികൾക്ക് താല്പര്യമില്ല. ഇടതുകോട്ട എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സമുദായം എന്ന് വെച്ചാൽ ഈഴവ സമുദായം തന്നെയാണ്. ആ ഈഴവ സമുദായത്തിലെ വോട്ട് ബാങ്കിനിടയിൽ വിള്ളൽ വീഴാൻ മാത്രമേ അത് ഉപകരിച്ചിട്ടുള്ളൂ. ഇവിടെ പറയുന്നത് കൃത്യമല്ലേ? എപ്പോഴെങ്കിലും ഈ പറയുന്ന നമ്മുടെ VS അച്യുതാനന്ദൻ ഏതെങ്കിലും ഒരു സാമുദായിക ശക്തിയുടെ കാൽക്കൽ പോയി നമിച്ചിട്ടുണ്ടോ? ഇല്ല. വെള്ളാപ്പള്ളി നടേശനെതിരായി മൈക്രോ ഫിനാൻസ് കേസ് തട്ടിപ്പിൽ ഏറ്റവും ശക്തമായി വാദിച്ച് മുന്നിൽ നിന്നിരുന്ന ഒരൊറ്റ CPM നേതാവാണ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്ന മനുഷ്യൻ. മൈക്രോ ഫിനാൻസ് കേസ് അദ്ദേഹമാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു സമുദായ വഞ്ചകനെതിരായി ഇവിടെ ശക്തമായ മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് CPM എന്നും ആ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവാണ് VS അച്യുതാനന്ദൻ എന്നും പൊതുജനത്തിന് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയുടെ വഞ്ചനയ്ക്കിരയായി നിൽക്കുന്ന ഈഴവർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് ഒരു വിളിപ്പാടകലെയല്ല, കൈയെത്തുന്നതിനൊക്കെ അപ്പുറത്തേക്ക് മാറ്റി നിർത്തേണ്ടത് അന്നത്തെ പാർട്ടി നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. ആ ഉത്തരവാദിത്തത്തിലുണ്ടായ വീഴ്ച ഇവിടെ പരാജയത്തിൽ കലാശിച്ചു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. അതാണ് തോമസ് ഐസക് പറഞ്ഞത്. ഇനിയെങ്കിലും അത് ഒളിയമ്പായിട്ടാണോ അല്ലാതെയാണെങ്കിൽ പോലും തോമസ് ഐസക് പറഞ്ഞ് യാഥാർത്ഥ്യമാണ് സംഭവിച്ചിട്ടുണ്ടെന്നേ. പിന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ കാണിച്ചു കൂട്ടിയ എന്തൊക്കെയാ? ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളി സമുദായ നേതാവ് എന്നുള്ള വിട്ടേക്കു. 2, BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഇവിടെ ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പ്രീതി നടേശനും വെള്ളാപ്പള്ളി നടേശനും ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്തേ ഇവിടുത്തെ CPMകാരിന്ന് മറന്നുപോയി? അല്ലേ തന്നെ മുന്നേ തൊട്ട് എനിക്കൊന്ന് ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തന്നെ ഈ പറയുന്ന LDFും അല്ലെങ്കിൽ പാർട്ടിയും CPM എന്ന് പറയുന്ന പാർട്ടിയും RSSും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും BJPയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നും ഒക്കെ ഉള്ള കഥകൾ കുറെ വന്നിരുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ പോയ സമയത്തൊക്കെ അത് ആളി കത്തിച്ചിട്ടുണ്ട്. UDFന്റെ നേതൃത്വത്തിലൊക്കെ അതിന്റെ പേരിൽ വലിയ വിമർശനം നടന്നിട്ടുണ്ട്. ആ സമയത്താണ് ഈ വെള്ളാപ്പള്ളി ഇങ്ങനെ വണ്ടിയെ കയറ്റി വെള്ളാപ്പള്ളി വണ്ടി കയറ്റി. ഇപ്പം നമ്മൾ ആലോചിച്ചു, ഇതെല്ലാം അതിൻ്റെ അകത്ത് CPMന്റെ മേലേക്ക് ഒരു
സംഘപരിവാർ ബന്ധം ആരോപിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയെ വണ്ടി കയറ്റി. ഇത് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BDJSന്റെ അല്ലെ NDAയുടെ സഖ്യകക്ഷിയിൽപ്പെട്ട അല്ലെങ്കിൽ ആ കക്ഷിയായ BDJSന്റെ നേതാവാണ് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ. ഇതേ വെള്ളാപ്പള്ളി നടേശൻ പിന്നീട് മലപ്പുറത്തിനെതിരായും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായും നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്തൊക്കെയാ പറയുന്നത്? അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അധികാരത്തിന്റെ സ്ഥാനത്തെത്തിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നു, സർക്കാരിൽ സ്വാധീനം ചെലുത്തുന്നു. എങ്കിൽ അത് അവരുടെ മിടുക്കാണെന്നേ. ഇവിടെ ആരെയും മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. ഒന്നാമത് ഈ പറയുന്ന പോലെ പിന്നെ ഇവിടെ വർഗീയതയിലൂടെ ഊന്നി നിന്നുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ഒരു പരിശ്രമം. ഇതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തും തെറ്റുണ്ട്. അതായത് അന്നത്തെ മുഖ്യമന്ത്രിയായ പിന്നെ പിണറായി വിജയന്റെ ഭാഗത്ത് നല്ല തെറ്റുണ്ടെന്നേ. ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനയെ തള്ളിപ്പറയാൻ ഒരു തവണ പോലും ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് തയ്യാറായിട്ടുണ്ടോ? MV ഗോവിന്ദ മാഷ് വലിയ താത്വികാചാര്യനല്ലേ CPMന്റെ. MV ഗോവിന്ദ മാഷ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതല്ല CPMന്റെ അഭിപ്രായം എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അത് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊപ്പം കൂടണ്ട എന്ന് എപ്പോഴെങ്കിലും വെള്ളാപ്പള്ളി നടേശനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വെള്ളാപ്പള്ളി നടേശൻ അല്ല സമുദായം വേറെ വഴിക്കും വെള്ളാപ്പള്ളി വേറെ വഴിക്കുമാണ് സഞ്ചരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടേതായ വഴിക്ക് അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ കാണിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നീങ്ങി പോകുന്നു. സമുദായത്തിന്റെ വഴിക്ക് മര്യാദയ്ക്ക് പോകുന്നു. ശ്രീനാരായണ ദർശനങ്ങളും ഒക്കെ ആയിട്ട് ആ സമുദായം അതിന്റെ വഴിക്ക് പോവുകയും ചെയ്യുന്നു. ഇവിടെ നേരെ മറിച്ചല്ലേ സംഭവിക്കുന്നത്. അപ്പം ഈ വെള്ളാപ്പള്ളിയെ താങ്ങി നിൽക്കുന്നതുകൊണ്ട് അല്ലെ വെള്ളാപ്പള്ളിയെ അനുകൂലിച്ച് നിൽക്കുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയോജനം CPM പോലൊരു പാർട്ടി കിട്ടിയോ? ഇല്ല. അതാണ് തോമസ് ഐസക് പറഞ്ഞത്. ഈ പറയുന്ന പിന്നെ നമുക്കറിയാവുന്ന പോലെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് ഒരു സമുദായ നേതാവിൻ്റെയും കാൽച്ചുവട്ടി പോയിട്ടില്ലെന്നേ. അദ്ദേഹത്തിന് ഈ 100 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു, 101 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. ഈ കാലം അത്രയും സ്വന്തം നിലപാടിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പോയൊരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. സ്വന്തം നിലപാടിൽ മാത്രം ഞാൻ പറയുന്നതാണ് ശരി, പാർട്ടിയുടെ നിലപാടുകളിൽ നിന്ന് കീട അങ്ങോട്ട് മാറാതെ പ്രവർത്തിച്ചു പോയൊരു നേതാവാണ് VS അച്യുതാനന്ദൻ. അപ്പോൾ ആ വേദിയിൽ നിന്നുകൊണ്ട് തോമസ് ഐസക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയുമാണ്. CPM അപജയത്തിൻ്റെ മൂലയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. സർക്കാർ വിരുദ്ധമായ കാര്യങ്ങൾ, സർക്കാരിൻ്റെ വിരുദ്ധതയെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യേണ്ടത്. സർക്കാർ എവിടെയാണ് ന്യൂനതയുള്ളത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ തയ്യാറാവണം, CPMമാർ തയ്യാറാവണം. അല്ലാതെ മാറി ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത് ചൂണ്ടിക്കാണിക്കാനും തന്മൂലം ആ സർക്കാർ വിരുദ്ധത വോട്ടാക്കി മാറ്റാനുമുള്ള ശ്രമം CPMമാർക്ക് ഇനിയെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ഇനിയും വരുന്ന 5 വർഷക്കാലം ഇനിയും പരാജയപ്പെട്ടാൽ, അതായത് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന LDF എന്ന് പറയുന്ന മുന്നണി 2031 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു പരാജയത്തിന്റെ കയ്പിന്ന് രുചിക്കേണ്ടി വന്നാൽ പിന്നെ ആ പാർട്ടി ഇല്ല. CPM പൂട്ടിക്കെട്ടേണ്ടി വരും. നമുക്ക് പറയാം അവസാനത്തെ പിന്നെ ഇൻക്ലാബ് മുഴങ്ങുന്നവരെയും CPM ഇവിടെ ഉണ്ടാവുന്നു. പക്ഷെ ഭരണത്തിലുണ്ടാവില്ല. ഭരണത്തിൽ പോകണമെങ്കിൽ ഈ പറയുന്ന 102 സീറ്റ് നേടി അവർ മാറിയെങ്കിൽ കേവല ഭൂരിപക്ഷമെങ്കിലും കിട്ടുന്നൊരവസ്ഥയിലേക്ക് CPM എന്നൊരു പാർട്ടി തിരിച്ചു വരണമെങ്കിൽ കാര്യമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വർഗീയ കോമരങ്ങളെയും വർഗീയ കോമാളികളെയും ഒരു വെളിപ്പാട് അകലത്ത് നിർത്തിക്കൊണ്ട് വേണം ഇനിയും CPMന്റെ പ്രവർത്തനങ്ങൾ പോകേണ്ടത് എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഈ പറയുന്ന തോമസ് ഐസകിന്റെ പ്രസംഗം എന്ന് പറയേണ്ടി വരും.